പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന വാർത്തകളാണ് മൂന്നാം ദിനം ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്. ആശുപത്രിയിലെത്തി അമ്മയെ കണ്ട മകൻ വിഷ്ണുവിന്റെ വാക്കുകളിൽ അതിങ്ങനെയാണ്: അമ്മയുടെ കൈ പിടിച്ചു, അമ്മ തിരികെ കൈയിൽ മുറുകെ പിടിച്ചു, കൈ അനക്കാൻ പറഞ്ഞപ്പോൾ കൈ അനക്കുകയും കാലനക്കുകയും ചെയ്തു, കണ്ണു തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കണ്ണു തുറന്ന് പുഞ്ചിരിച്ചുവെന്നും മകൻ വിഷ്ണു അമ്മയെ കണ്ട ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു, പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പം ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം രണ്ട് കൈ മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു, കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് മുറുക്കെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്കെ ട്രൈ ചെയ്തു. 9 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയായിരുന്നു. അതിനുശേഷം ഡോക്ടർമാർ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. തലച്ചോറിനും നട്ടലിനുമേറ്റ പരിക്കുകൾ സംബന്ധിച്ച് ആശ്വാസകരമായ ചലനങ്ങളാണ് ഉമാ തോമസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മകനോട് പ്രതികരിച്ചത് അതിന്റെ സൂചനയാണ്. അത് പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ ശ്വാസകോശം സംബന്ധിച്ചിട്ടുള്ള ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ തീരുമാനിക്കുകയെന്നും മുന്നോട്ട് കൊണ്ടുപോവുകയെന്നും ഡോക്ടർ കൃഷ്ണൻ ഉണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് രാവിലെ അത് കുറച്ചൊരു 7 മണിയായപ്പോൾ മാഡം അവേക്കായി. അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണ് തുറന്നു, മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. വെന്റിലേറ്ററിൽ നിന്ന് ഉമാ തോമസ് എംഎൽഎ മാറ്റിയിട്ടില്ല. അത് മാറ്റിയാൽ മാത്രമേ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് മാറി എന്നുള്ളത് തന്നെ പ്രതീക്ഷ നൽകുന്നതാണ്. വരും ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി തുടർ ചികിത്സ നൽകാനാകുമോ എന്നതാണ് ഡോക്ടർമാർ പരിശോധിക്കുന്നത്. എല്ലാ ദിവസവും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആശ്വാസകരമായ വാർത്തകൾ വരുന്നു. കൂടുതൽ ആരോഗ്യനില മെച്ചപ്പെട്ട് ഉമാ തോമസ് എംഎൽഎയുടെ ചികിത്സകൾ അതിവേഗം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയാണ് ഇവിടെ എത്തിയ കോൺഗ്രസ് നേതാക്കളും മറ്റാളുകളും പങ്കുവെക്കുകയും ചെയ്തത്. കൊച്ചിയിൽ നിന്നറിയ മാതൃഭൂമി ന്യൂസ്.